അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പാണ്. ഹലോ, നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ലത എന്നെ മല്ലിയില വാങ്ങാൻ പറഞ്ഞു വെച്ചതാണ്. ഓളെന്ന ആക്കുന്ന അറിയില്ലേ, പോയി നോക്കാം. ഇതാ മണല്ല മല്ലിയില, നോക്കട്ടെ. മല്ലിയില ഇതേ വീടിൽ പോയ പിന്നെ അങ്ങനെയല്ലേ, കുറച്ച് ആളുണ്ടാവില്ല, വർത്താനം പറഞ്ഞ സമയം പോവില്ലേ. എന്നീ മല്ലിയില മാത്രം ഇതിനെ കൊണ്ടാ പച്ചരി മാത്ര ഇതാ നമുക്ക് നോക്കാന്നല്ല അല്ലേ എങ്ങനെയാന്ന്. പച്ചരി ഇത് കുതിർത്തതാ. എത്ര ഗ്ലാസ്? 2 ഗ്ലാസ്. അപ്പൊ 2 ഗ്ലാസ് പച്ചരിയുടെ പുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് അരക്കണ്ടേ പോകല്ല, മിക്സർ ഇതെല്ലാം കൊണ്ടുവച്ചിട്ടില്ല, അരക്കണ്ടയാ. അപ്പൊ നമ്മുടെ പച്ചരിയിലെ വെള്ളം ഊറ്റിക്കളയാ. ഇത് എത്ര മണിക്കാ പുതിർത്ത് വെച്ചത്? എത്ര മണിക്കൂർ? നേരത്തെ പുതിർത്തിനാ. അപ്പൊ കാര്യമായിട്ട് എന്നോ പലകാരാണ്, നോക്കാം. അച്ഛാ, ലത എന്നോ പലകാരാക്കുന്നുണ്ട്. എന്ത് പലകാരാന്ന് പറയുന്നില്ല. ഇതന്നെ അരക്കണേ. ലൂസായിട്ടാ? അതെയാ, അരച്ചുകൊണ്ടെന്നാലും എങ്ങനെയാന്ന്. ലൂസ് വെച്ച പിന്നെ ദോശയായി പോവല്ലേ. കട്ടിയില്ലല്ലേ? കട്ടിയിലല്ലേ? കാര്യപ്പത്തന്നെ മോഡലാ. കുറച്ച് ഉപ്പ് അല്ലേ, പാകത്തിന് ഉപ്പ്. ഇത് അരക്കട്ടെ. അച്ഛൻ നമ്മുടെ വാഴയെല്ലാം പൊടിച്ചുവല്ല, നേന്ത്രവാഴ. അതിന് നമ്മുടെ വളകൂട്ടാലോ അച്ഛാ? തടാക്കണം അല്ലേ? അല്ല നമ്മളെ മറ്റേ ഈരത്തെ വളകൂട്ടാലോ അല്ലേ? പന്നീരല്ലേ? അനക്ക് കഴിയുന്നില്ലല്ലോ, അല്ല ഞാൻ ആകട്ടെ, തടാകട്ടെ. അപ്പൊ നമ്മ 2-3 നേന്ത്രവാഴ കന്ന് കെട്ടിട്ടുണ്ട്. അച്ഛൻ അതാ പറയുന്നു, ഇനി വളവിടാൻ വേണ്ടിട്ട് തടാക്കിട്ട്. ഇത്ര വേഗം അരച്ചുവാ? ഇതെന്നാ സംഭവം? ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാ? ഓ, ഇത് ഇങ്ങനെ ഉണ്ടോട്ടാ, ഇതിപ്പോ അരച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൊണ്ട് തൊലി കളയണ? തൊലി വേഗം കളി അല്ലച്ചാ. നമ്മ ആകാംക്ഷപൂർവ്വം നിൽക്കുകയാണ് ഞാനും അച്ഛനും തിന്നാൻ വേണ്ടിട്ട് അല്ലേ. നക്ഷുവില അപ്പുറം ഉണ്ട്, കളിക്കുന്നുണ്ട്. നക്ഷു നോവലും നെല്ലാക്കുലെന്നാ. ഞാൻ വീഡിയോ എടുക്കലേ ഇന്ന്. എന്നാ വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം. ഇതാ കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി. മതിയാവൂലേ? ആ കഴുകണേ. അപ്പൊ നമ്മുടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എന്നാ വേണ്ടി, ഇത് കഷ്ണാക്കിയാ വേണ്ട. ഓ, ഇതും അടിക്കണ? ചെറിയ കഷ്ണാക്കണം, എന്നിട്ട് മിക്സിയിലിട്ട് അടിക്കണം കേട്ടാ. കഷ്ണാക്കട്ടെ. ഉരുളക്കിഴങ്ങ് കഷ്ണാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മിക്സിയുടെ ജാറിന്ന് നമ്മളെ അരച്ചു വെച്ച നമ്മളെ അരിമാവ് ഓരോ പാത്രത്തിലൊക്കെ മാറ്റാ. കിട്ടുന്നില്ലേ? വെള്ളം കൂട്ടണ്ടേ വെയില്? കുറച്ചിൽ വെള്ളം ആക്കണം കേട്ടാ, നോക്കിട്ട് ചെയ്യും.
അപ്പൊ നമ്മുടെ ജാറിൽ കുറച്ച് വെള്ളാക്കിട്ടുണ്ട്. അത് കയ്യിലോണ്ടാവുക, കൈയോണ്ട് തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിലൊന്ന് നമുക്ക് കലക്കി വെക്കില്ല. അടുത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അല്ലേ, ജാറിലിട്ട് അടിക്കണം അല്ലേ. അപ്പൊ ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് ഈ ജാറിലിടട്ടെ, ചടിച്ചെടുക്കട്ടെ. മീനൊന്നുമില്ല ഇന്ന്, കരയണ്ട, മീനില്ല. അപ്പൊ ഉരുളക്കിഴങ്ങ് പേസ്റ്റും നമ്മുടെ അരിമാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടെടുത്തോ. അടുത്ത പരിപാടി നമ്മുടെ ഉള്ളി ഇതിൽ മുറിച്ചിടണേ. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി കറിവേപ്പില നമ്മുടെ മല്ലിയല്ല അല്ലേ. ഉള്ളി പരമാവധി ചെറുങ്ങനെ മുറിക്കണം അല്ലേ. ഇവിടെ മുറിച്ച് കുറച്ച് വലിങ്ങനെ അതിന് കുറച്ച് ചെറുങ്ങനെ മുറിക്കുന്നുണ്ട്. എനിക്ക് കുനുകുനെ. അടുത്ത നമ്മുടെ പച്ചമുളക്, അടുത്തത് ചെറിയ കഷ്ണം ഇഞ്ചി അല്ല, അടുത്തത് കറിവേപ്പില അല്ല. കറിവേപ്പില ഇതുപോലെ ചെറിയ മുറിച്ചിടണം. ഇതൊന്ന് അരിയട്ടെ. പിന്നെ അടുത്ത മല്ലിയല്ല അല്ലേ. എൻ്റെ മോശം കളഞ്ഞേട്ടാ. അതും ഇങ്ങനെ ചെറുങ്ങനെ കുനുകുന അരിയണേ. അപ്പൊ നമ്മുടെ മല്ലിയലി കുനുകുന അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, മല്ലിയല. ഇനി എന്നാ പരിപാടി? അതെയാ, കേട്ടോ. അപ്പൊ എല്ലാം നമ്മുടെ കൂട്ടിലേക്ക് ഇടാം അല്ലേ. സാധനം ഉള്ളി ഇതിന് നല്ല വൃത്തി കുഴച്ചെടുക്കണം അല്ലേ. കൈ കൊണ്ട് തന്നെ കുഴക്കണം. ഉപ്പുണ്ടോ? ഉപ്പ് നേരത്തെ അരി ഇറക്കുന്നതിലിട്ട് കുറച്ച് വെള്ളം അധികം, അപ്പൊ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിന് കുറച്ച് കുറച്ചുകൂടെ വെള്ളം വേണം. ഇതെല്ലാം ഒഴിച്ചിട്ടുണ്ടേ. മതിയാവും അല്ലേ. കൂട്ട് റെഡിയായ ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളം. അപ്പൊ കൂട്ടിന്റെ ഇത് ഇങ്ങനെയാണ് അല്ലേ. ഇതങ്ങനെ കോരി ഒഴിച്ച് അങ്ങനെ കിട്ടണം. കുറച്ചും കൂടി ഇതാവുമല്ലേ കുറച്ച് വെക്കുമ്പോ ഇത്. ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ. വെട്ടിച്ചു കൊടുക്ക. കുറച്ച് വിട്ടുവിട്ടാണ്. മറിച്ചിട. ഇതായ ഇത് കോരി മാറ്റാ. റെഡി ആയിട്ടുണ്ടേ. രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ട്രിപ്പാണ്. അപ്പൊ മൂന്നാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. അമ്മേ ഞാനൊരു അപ്പാക്കി ഇത് നോക്കിയപ്പോ ടേസ്റ്റ് നോക്കിയ നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ.
തിന്നോക്കിയേ നമ്മളത് നോക്കണം രസമുണ്ടാ 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 സൂപ്പർ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് അപ്പാണ് ഇത് നല്ല കാന്താരി ചമ്മന്തി കൂടെ വേണേ നല്ല കാന്താരി തേങ്ങ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൊണ്ടാ നല്ല സുഖമല്ല സംഭവം അടിപൊളിയാണ് കേട്ടോ ഇത് എപ്പോഴും ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ തിന്നു കൊടുക്കല്ലേ ആക്ഷണല്ലേ എടുക്കമ്മ കയ്യാൻ വന്നു ഹലോ വീഡിയോ എടുക്കുന്നത് നിൽക്കണ്ടേ ഒന്ന് മതി നിങ്ങ അടുത്ത എല്ലാരും എടുത്തോ അച്ഛൻ തറവാട്ടിലേക്ക് പോയി ഞാൻ അച്ഛൻ തിന്നിട്ടാ പോയി അല്ലേ താറ്റ ഓക്കെ ഇതിൽ അവർക്കായി